റഷ്യയുമായുള്ള യുദ്ധത്തിന് ഉക്രൈനെ കുറ്റപ്പെടുത്തി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. യുദ്ധം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച് യുഎസും റഷ്യയും തമ്മിലുള്ള ചർച്ചകളിൽ ഉക്രൈനെ ഒഴിവാക്കിയെന്ന പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുടെ പരാതിയിൽ നിരാശനാണെന്നും ട്രംപ് വിമർശിച്ചു. യുഎസ് റഷ്യ ചർച്ചകൾക്ക് ശേഷം യുദ്ധം അവസാനിപ്പിക്കാനുള്ള കരാറിനെക്കുറിച്ച് ആത്മവിശ്വാസമുണ്ടെന്ന് പറഞ്ഞ ട്രംപ് നേരത്തെ തന്നെ ഉക്രൈൻ ഒരു കരാറിൽ ഏർപ്പെടാനാകുമായിരുന്നുവെന്നും പറഞ്ഞു. ഏതെങ്കിലും കരാറിന്റെ ഭാഗമായി പുതിയ തെരഞ്ഞെടുപ്പ് നടത്താൻ സെലൻസ്കിയെ നിർബന്ധിക്കണമെന്ന റഷ്യയുടെ ആവശ്യങ്ങളെ യുഎസ് പിന്തുണയ്ക്കുമോ എന്ന ചോദ്യത്തിനോടും ട്രംപ് പ്രതികരിച്ചു. ഉക്രൈനിലെ ജനങ്ങൾക്ക് ഒരു അഭിപ്രായമുണ്ടാകുമെന്നും അതിനെ മാനിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഉക്രൈനിൽ അടിസ്ഥാനപരമായി പട്ടാള നിയമമുണ്ട്. സെലൻസ്കിയുടെ ജനപിന്തുണ 4% കുറഞ്ഞു. ഒരു രാജ്യം പൂർണ്ണമായും തകർന്നുവെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം യൂറോപ്പിലെ ഏറ്റവും വലിയ കരയുദ്ധം അവസാനിപ്പിക്കുക എന്നതാണ് ഏക ലക്ഷ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം ട്രംപിന്റെ പ്രസ്താവനകളിൽ എതിർപ്പറിയിച്ച് സെലൻസ്കി രംഗത്തെത്തി. റഷ്യൻ നിർമ്മിതമായ വ്യാജ വിവരങ്ങളിലാണ് ട്രംപ് ജീവിക്കുന്നത്. ഉക്രൈനെക്കുറിച്ച് റഷ്യയുടെയും അമേരിക്കൻ ഐക്യനാടുകളുടെയും പ്രതിനിധികൾ തമ്മിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. എന്നാൽ ഉക്രൈൻ അതിൽ പങ്കാളികളല്ല. 73% ആളുകൾ വോട്ട് ചെയ്തതിനാലാണ് താൻ പ്രസിഡന്റായത്. രാജ്യത്തെ ഭൂരിപക്ഷവും പിന്തുണയ്ക്കുന്നതിനാലാണ് ആ സ്ഥാനത്ത് തുടരുന്നത്. റഷ്യ തന്നെ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നതും തീർച്ചയാണ്. കാരണം താൻ പുടിൻ അസ്വസ്ഥതയുണ്ടാക്കുന്ന വ്യക്തിയാണെന്നും സെലൻസ്കി പറഞ്ഞു. യാതൊരു പ്രകോപനവുമില്ലാതെ ഉക്രൈനെ ആക്രമിച്ചുകൊണ്ടാണ് പുടിൻ യുദ്ധം ആരംഭിച്ചത്. അദ്ദേഹത്തിന്റെ സൈന്യം ഉക്രൈൻ ജനങ്ങൾക്കെതിരെ യുദ്ധകുറ്റങ്ങൾ ചെയ്തു. ഈ യുദ്ധം തുടരുന്നതിന് ഉത്തരവാദി റഷ്യയാണെന്നും സെലൻസ്കി കൂട്ടിച്ചേർത്തു. ചർച്ചകളിൽ പങ്കെടുപ്പിക്കാത്തതിൽ പ്രതിഷേധിച്ച് സൗദി സന്ദർശനം സെലൻസ്കി മാറ്റിവെച്ചു. റഷ്യയോടുള്ള നിലപാട് മാറ്റത്തിൽ യൂറോപ്യൻ യൂണിയനും ഉക്രൈനും ആശങ്കയിലാണ്. ട്രംപ് വാഗ്ദാനം ചെയ്യുന്ന സമാധാന കരാറിൽ റഷ്യയ്ക്ക് വളരെയധികം ഇളവുകൾ നൽകിയേക്കാമെന്നാണ് യൂറോപ്യൻ നേതാക്കളുടെ ഭയം. മോസ്കോയുടെ വശം ചേരരുതെന്നാണ് യുഎസിനോടുള്ള യൂറോപ്യൻ യൂണിയന്റെ ആവശ്യം. റഷ്യയുമായുള്ള ബന്ധം മയപ്പെടുത്താനും നാറ്റോ സഖ്യത്തെ ദുർബലപ്പെടുത്താനുമുള്ള ട്രംപിന്റെ നീക്കത്തെ യുഎസ് മുൻ പ്രസിഡന്റ് റൊണാൾഡ് റീഗൻ വിമർശിച്ചു. 80 വർഷത്തെ അറ്റ്ലാന്റിക് സഹകരണത്തെയും ഉക്രൈന്റെ പരമാധികാരത്തെയും ട്രംപ് ഭരണകൂടം പരിഗണിക്കുന്നില്ലെന്നും റീഗൻ പ്രതികരിച്ചു. ഉക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനും നയതന്ത്രപരവും സാമ്പത്തികവുമായ ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുമായി പ്രവർത്തിക്കാൻ റഷ്യയും യുഎസും സൗദിയിൽ നടന്ന ചർച്ചയിൽ ധാരണയായിരുന്നു. വാഷിംഗ്ടണിലെയും മോസ്കോയിലെയും എംബസികളിൽ ജീവനക്കാരെ പുനഃസ്ഥാപിക്കുക, ഉക്രൈൻ സമാധാന ചർച്ചകളെ പിന്തുണയ്ക്കുന്നതിനായി ഉന്നതതല സംഘത്തെ സൃഷ്ടിക്കുക, വിവിധ മേഖലകളിലെ വ്യാപാര ബന്ധങ്ങളും സാമ്പത്തിക സഹകരണവും പര്യവേഷണം ചെയ്യുക എന്നീ 3 ലക്ഷ്യങ്ങൾ പിന്തുടരാൻ ഇരുപക്ഷവും സമ്മതിച്ചതായി യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞു. സംഘർഷം അവസാനിപ്പിക്കുന്നതിന് എല്ലാ വശങ്ങളിൽ നിന്നും വിട്ടുവീഴ്ചകൾ ആവശ്യമാണെന്നും യൂറോപ്പ് ചർച്ചകളിൽ പങ്കാളിയാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി.